അങ്ങനെ കാത്തിരുന്ന ആ ദിവസം എത്തി. ഗുരുവായൂർ ആനയോട്ടം കാണാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാനും കുട്ടികളും പ്ലാൻ ചെയ്തങ്ങ് ഇറങ്ങി. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ആനയോട്ടം നേരിട്ട് കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ കറക്റ്റായിട്ട് സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഞങ്ങൾ പോയ ടൈം കറക്റ്റായില്ല ഗൈസ്. 3 മണിക്കാണ് ആനയോട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളാണെങ്കിൽ പോകുന്നത് 2 മണിക്കാണ്. ഗണപതി കോവിലിൻ്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ബാൽക്കണിയിൽ നിന്നാൽ ഫുൾ വ്യൂ കിട്ടുമെന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴല്ലേ സീൻ മനസ്സിലായത്. 2 മണിക്ക് പോയിട്ട് ഒരു കാര്യമില്ല. അവിടെ ഒരു പിന്ന് കുത്താൻ പോലും സ്ഥലമില്ലാത്ത അത്രയും വലിയ റഷാണ്. സെക്യൂരിറ്റി ചേട്ടന്മാരാണെങ്കിൽ ഫുൾ പവർ മോഡിലാണ്. എല്ലാവരും ആരെയും ഒരിടത്തോട്ടും വിടുന്നില്ല, എല്ലാം ബ്ലോക്ക്. ഒടുവിലൊരു സൈഡിൽ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കയറി നിന്ന് ശരിക്കും പറഞ്ഞാൽ ലോക്കായി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആനകൾ പാഞ്ഞു വരുന്നതും ഒന്നും കാണാൻ പറ്റില്ല. എന്നാലും സ്ലോ മോഷനിൽ വരുന്ന ആനകളെ കണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടു. ഒരു 6-7 ആനകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ 3 ആനകൾ നല്ല ഓട്ടം ആയിരുന്നു. ഫസ്റ്റ് നമ്മുടെ രവികൃഷ്ണൻ തന്നെയായിരുന്നു. പിന്നെ സെക്കൻഡൊന്നും ആരാന്ന് കണ്ടില്ല, ഗോപികൃഷ്ണനെ കണ്ടു. ഗോപികൃഷ്ണൻ ഫോർത്ത് പതുക്കെ താളം തള്ളി താഴ്ന്നു നടന്നു വരുന്നുണ്ടായിരുന്നു. ആനയോട്ടം കഴിഞ്ഞ് മടങ്ങുകയാണ് ഗൈസ് എല്ലാവരും. ഇതിന്റെ പേരെന്തുവായിരുന്നു അറിയോ? ദാമോദർദാസ്. അങ്ങനെ എല്ലാവരും ആനയോട്ടമൊക്കെ കഴിഞ്ഞ് ഡിസ്പേഴ്സ് ആയപ്പോൾ ഞങ്ങൾ നേരെ പടിഞ്ഞാറ് നടയിൽ ഹോട്ടലിൽ വന്ന് ഒരു സ്ട്രോങ് ചായ ഒക്കെ കുടിച്ച് പതുക്കെ വീട്ടിൽ തിരിച്ചു. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീകുട്ടിയുടെ അച്ഛമ്മയെ തിരക്കിനിടയിൽ മിസ്സായി ഗൈസ്. വല്ലാത്തൊരു ടെൻഷൻ അടിച്ചെങ്കിലും അച്ഛമ്മ പിന്നെ പ്രോ ആയതുകൊണ്ട് ലൊക്കേഷൻ ഒന്നും തെറ്റാതെ നേരെ വീട്ടിലെത്തി. ശ്രീകുട്ടി വീട്ടിലെത്തിയപ്പോൾ അച്ഛമ്മ അവിടെ കൂളായിട്ടിരിക്കുന്നു. എന്തായാലും ഭഗവാന്റെ ആനയോട്ടമെല്ലാം കണ്ട് അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു.